ഹായ് ഫ്രണ്ട്സ്, ജയ്പൂർ വിശേഷങ്ങൾ തീർന്നില്ല കേട്ടോ. ഞങ്ങളൊരു മ്യൂസിയം കാണാൻ പോയ വിശേഷമാണ് ഈ വീഡിയോയിൽ. ഓൺ ദ വേ രാജാക്കന്മാരുടെ കാലത്ത് പണിത കെട്ടിടങ്ങളും ഫോർട്ടും മതിലും ഒക്കെയാണ് ഈ കാണുന്നത്. എല്ലാം തന്നെ ഈ പിങ്ക് കളറാട്ടോ. ഇതാണ് ആൽബർട്ടോ മ്യൂസിയം, ആൽബർട്ടോ ഹാൾ മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. നല്ല വ്യൂ ആണ് റോഡിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ. വളരെ പഴക്കം ചെന്ന ബിൽഡിംഗ് ആട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ നിറയെ പ്രാവുകൾ പറക്കണ കാണാം കേട്ടോ. വൈഷ്ണവും വിസ്മയും കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രാവുകൾ പറക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കെട്ടിടം തന്നെ വളരെ മനോഹരമാണ്. അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നമ്മൾ പുറകെ നിന്ന് ഇങ്ങനെ കണ്ട് ഫ്രണ്ടിലേക്ക് പോവുകയായിരുന്നു. ടിക്കറ്റ് ഉണ്ട് കേട്ടോ എൻട്രി ചെയ്യാനായിട്ട്. ഇത് രാംനിവാസ് ഗാർഡൻ ആണ്. ഗാർഡൻ്റെ നടുക്കായിട്ടാണ് ഈ മ്യൂസിയം ഇരിക്കുന്നത്. കെട്ടിടം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് പണിതിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ പറഞ്ഞത് ഇന്തോ സാർസനിക് വാസ്തുവിദ്യയാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ. ഇന്തോ സാർസനിക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയുടെ വാസ്തുവിദ്യയും ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാസ്തുവിദ്യ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വാസ്തുവിദ്യയാണ് ഈ ഇന്തോ സാർസനിക് വാസ്തുവിദ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ പ്രകടമാകും കാഴ്ചയിൽ തന്നെ. നമ്മുടെ താജ്മഹലും മറ്റുള്ള പാലസും ഒക്കെ പോലെയല്ല ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ഞങ്ങൾ കുറച്ച് നേരം പുറത്തു നിന്നൊക്കെ അങ്ങനെ കണ്ടു. നല്ല വ്യൂ അല്ലേ എന്തൊക്കെയാണെങ്കിലും. വളരെ മനോഹരമാണ്. ഒരു ചെറിയൊരു കൊട്ടാരം പോലെ തന്നെയാണ് അത് പണിതേക്കണത്. പ്രാവുകൾ ഭയങ്കര ശല്യം ചെയ്യും കേട്ടോ. ശല്യം എന്ന് വെച്ചാൽ അവരിങ്ങനെ പറക്കുമ്പോൾ അവരുടെ ചെറിയ തൂവലുകളൊക്കെ ഇങ്ങനെ സ്പ്രെഡാവും എയറിൽ. നമുക്ക് തുമ്മലൊക്കെ വരും കേട്ടോ. മാസ്ക് ഇടാൻ പറ്റുന്നവരൊക്കെ മാസ്ക് ഇട്ടോളണം അവിടെ ചെല്ലുമ്പോൾ. കാരണം കൂട്ടത്തോടെ നിങ്ങളിങ്ങനെ പറക്കുമ്പോഴേ ഭയങ്കര പൊടിയാണ് വന്നത്. നല്ല അടിപൊളി വ്യൂ അല്ലേ. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഗാർഡനും ഈ ബിൽഡിങ്ങും. ശരിക്കും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല വ്യൂ ആണ്. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അകത്ത് എൻട്രി നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കയറ്റുന്നത്. കയറുമ്പോൾ തന്നെ അവിടെ കുറേ എഴുത്തുകൾ കാണാൻ കഴിയും. അന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ എഴുതി ഫലകങ്ങൾ പോലെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കാർപ്പറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പെയിൻറ്റിങ്ങുകളൊക്കെ ആണെങ്കിലും അന്നത്തെ കാലത്തെ പെയിൻറ്റിങ്ങുകളാണ്. കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഖുറാൻ, ബൈബിൾ, മഹാഭാരതത്തിലെ രാമായണത്തിലെ രംഗങ്ങൾ അതൊക്കെ അവിടെ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്തെ, അതായത് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലെ പരവതാനികൾ, അതായത് കാർപ്പറ്റുകളാട്ടോ. വളരെ പഴക്കം ചെന്നതാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ പഴക്കം. വിൻഡോയൊക്കെ കണ്ട പണ്ട് കാലത്ത് ഇതുപോലെ രാജ്ഞിമാരൊക്കെ അതിലൂടെയൊക്കെയാണല്ലോ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ കാർപ്പറ്റുകളാണ്. അന്നത്തെ കാലത്ത് ഇതെങ്ങനെയൊക്കെ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയുക കഷ്ടപ്പാടുണ്ടാവുമല്ലോ. പെയിൻറ്റിങ് ഒന്നല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇലകളും പിന്നെ മണ്ണും അത് കല്ല് അതിൻ്റെയൊക്കെ ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുള്ള പെയിൻറ്റുകളൊക്കെയാണ് അന്നൊക്കെ യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് സമയം എടുത്ത് വായിച്ച് കണ്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഉള്ളിലൊക്കെ ഒത്തിരി റൂമുകളുണ്ട്. ആ റൂമിലൊക്കെ ഇതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്തേക്കാണ്. താഴെ ഫ്ലോറ് ടൈലൊക്കെ കാണാൻ നല്ല അടിപൊളിയാട്ടോ. അത്രയും കാലം പഴക്കമുള്ളതാണെങ്കിലും അതിനൊന്നും ഒരു നാശനഷ്ടം വന്നിട്ടില്ല. കളറൊന്നും ഫെയ്ഡായിട്ടില്ല കേട്ടോ. ഇതുപോലെയുള്ള വിഗ്രഹങ്ങൾ, കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ തല പോയതും കൈ പോയതും ഒക്കെ ഉണ്ട്. അതായത് അന്ന് കാലത്ത് യുദ്ധങ്ങളൊക്കെ നടത്തിയപ്പോൾ നശിപ്പിക്കപ്പെട്ട
ചില വിഗ്രഹങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു അഴുക്ക ഒന്നുമില്ല, നല്ല എന്താ പറയുക, ക്ലീനായിട്ടാണ് ഇതെല്ലാം അവിടെ വെച്ചേക്കുന്നത്. ആയുധങ്ങൾ, കവചങ്ങൾ, പിന്നെ ശില്പങ്ങൾ, പിന്നെ എന്താണ് ജപ്പാൻ, ശ്രീലങ്ക, മ്യാൻമാർ, ഹംഗറി, ജർമ്മനി, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓടിലുള്ള വിഗ്രഹമാണ്, അത് നേപ്പാൾ ബുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മളിങ്ങനെ കുറേ നേരം കണ്ടൊക്കെ നിന്നു കേട്ടോ. പിന്നീട് കണ്ട കാഴ്ചകളൊക്കെ അതിശയിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. ഇതാ നോക്ക്, എത്ര മനോഹരമായിട്ടുള്ള ക്രോക്കറി പാത്രങ്ങളൊക്കെയാണ് അവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കേ. പല സ്ഥലങ്ങളിലെ, അതായത് യൂറോപ്പിലെയും ജപ്പാനിലെയും ചൈനയിലെയും ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെയൊക്കെ മൺപാത്രങ്ങൾ, അത് വളരെയധികം ഡിസൈൻസ്, മനോഹരമായ ഡിസൈൻസും കളറും ഒക്കെ ആയിട്ട് ഉള്ള ഈ ക്രോക്കറി ഐറ്റംസ് കാണാൻ വളരെ മനോഹരമാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഇതുപോലെയുള്ള ക്രോക്കറികൾ. ഓരോന്നിൻ്റെയും കളർ കോമ്പിനേഷനുകളൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കണ്ട് എന്താ പറയുക, അന്താളിച്ച് നടക്കുകയായിരുന്നു. നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും മനോഹരമായിട്ടുള്ള ക്രോക്കറി പാത്രങ്ങൾ, ജഗ്ഗുകൾ. പിന്നെ ഇതുപോലെയുള്ള വാൾ ഫലകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വാളിൽ ഇങ്ങനെ തൂക്കിയിടാനായിട്ടൊക്കെ ഉള്ളതൊക്കെ. ഇപ്പോൾ ഇതൊക്കെ അന്നത്തെ രാജാവ് പല കൺട്രികളിൽ നിന്ന് കളക്ട് ചെയ്ത കാര്യങ്ങളാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള കല്ലിൽ കൊത്തിയ പ്രതിമകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ കൈ പോയത്, കാൽ പോയത്, തല പോയത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു യുദ്ധകാലഘട്ടത്തിൽ വന്ന ഡാമേജസ് ഒക്കെയാണ് എന്ന് തോന്നുന്നു. കൂടുതലും ബുദ്ധ പ്രതിമകളൊക്കെ ആയിരുന്നു. ഓരോ അമ്പലങ്ങളിലൊക്കെ കൊത്തിവെച്ചതൊക്കെ ആയിരിക്കാം ഇതൊക്കെ. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. വളരെ നീറ്റായിട്ട് തന്നെയാണ് വെച്ചേക്കണത്. ഇപ്പോൾ കൈയും തലയൊക്കെ പോയതാണെങ്കിലും തന്നെ കണ്ട മഹിഷാസുർ മർദിനി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയുടെയും ദേവന്മാരുടെയും ബുദ്ധൻ്റെയും ഒക്കെ പ്രതിമകൾ, ഒത്തിരി കല്ലിൽ കൊത്തിയ പ്രതിമകളാട്ടോ. അത് അന്ന കാലത്ത് ഇങ്ങനെ കല്ലിലൊക്കെ കൊത്തിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ എന്താ പറയുക, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്.
പിന്നെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ മമ്മി, അത് ഒരെണ്ണം അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക, താടിക്കുകയും കൊടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കണ കണ്ടായിരുന്നു കേട്ടോ ആ മമ്മിയെ. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലോ. ഞങ്ങൾ ഇതുപോലെ കൽക്കത്തയിൽ പോയപ്പോൾ അവിടുത്തെ മ്യൂസിയത്തിലും കണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഒരു ഈജിപ്ഷ്യൻ മമ്മി. ശരിക്കും അത് റിയൽ ആണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്തെ വാദ്യോപകരണങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വലിയ വീണയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ രാജാക്കന്മാരെ ഉപയോഗിച്ച വാള്, പരിച, പിന്നെ അവരുടെ തലപ്പാവ്, മാസ്ക്, അതെല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കും അതുപോലെ തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ പോയാൽ അവർക്ക് വേണ്ടുന്ന കുറച്ച് അറിവുകളൊക്കെ ഇവിടുന്ന് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.